നമസ്കാരം. തർക്കസംഗ്രഹം ക്ലാസ്സിൻ്റെ തുടർച്ച പറയാം. പൃഥിവിയുടെ ലക്ഷണം പറഞ്ഞു. ഗന്ധവത്വം പൃഥിവ്യാഹ ലക്ഷണം അഥവാ ഗന്ധഃ പൃഥിവ്യാഹ ലക്ഷണം എന്ന് പറഞ്ഞു. ഇനി ആ പൃഥിവിയെ രണ്ടായിട്ട് തിരിക്കുകയാണ്. സാ ദ്വിവിധ നിത്യ അനിത്യാച്ച. നിത്യാ പൃഥിവി എന്നും അനിത്യാ പൃഥിവി എന്നും പൃഥിവി രണ്ട് തരത്തിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു നിത്യദ്രവ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞ സമയത്ത് നിത്യമെന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്പത്തി നാശരഹിതത്വം. ഉത്പത്തിയുമില്ല നാശവുമില്ല, അതിനെ നിത്യം എന്ന് പറയും. അപ്പോൾ ഏതൊക്കെയാണ് നിത്യദ്രവ്യങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പൃഥിവ്യപ്തേജോ വായൂനാം പരമാണവഃ ആകാശാദി പഞ്ചകം ച. പൃഥിവ്യപ്തേജോ വായുക്കളുടെ പരമാണുക്കളും ആകാശ കാല ദിക്ക് ആത്മ മനസ്സ് ഇവകളും നിത്യദ്രവ്യങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പൃഥിവിയെ രണ്ടായിട്ട് തിരിക്കുകയാണ്, നിത്യമെന്നും അനിത്യമെന്നും. അപ്പോൾ നിത്യപൃഥിവി എന്ന് പറഞ്ഞാൽ എന്താണ്? പൃഥിവിയുടെ പരമാണുക്കൾ, അതിനെയാണ് നിത്യപൃഥിവി എന്ന് പറയുന്നത്. ഇനി അനിത്യപൃഥിവി എന്ന് പറഞ്ഞാൽ എന്താണ്? അനിത്യാഹ, ഇവിടെ തന്നെ പറയുന്നുണ്ട് നിത്യാഹ പരമാണുരൂപാഹ. പരമാണുരൂപത്തിലുള്ള പൃഥിവിയെയാണ് നിത്യപൃഥിവി എന്ന് പറയുന്നത്. അനിത്യാഹ കാര്യരൂപാഹ, കാര്യരൂപത്തിലുള്ള പൃഥിവിയെയാണ് അനിത്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അനിത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്പത്തിമത്വം അഥവാ നാശവത്വം, ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നാശമുള്ളത്, ഇതിനെയൊക്കെ അനിത്യം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള പൃഥിവിയാണ് അനിത്യപൃഥിവി. കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ അനിത്യമാണ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. പുനസ്ത്രിവിധാഹ ശരീരേന്ദ്രിയ വിഷയഭേദാത്. അപ്പോൾ ഈ അനിത്യമായിട്ടുള്ള പൃഥിവി മൂന്ന് തരത്തിലാണ്. ശരീരം, ഇന്ദ്രിയം, വിഷയഃ. ശരീരം, ഇന്ദ്രിയം, വിഷയഃ എന്നിങ്ങനെ അനിത്യമായിട്ടുള്ള പൃഥിവി മൂന്ന് തരത്തിലാണ്. ഇവിടെ ഒരു പക്ഷം ആളുകൾ പറയുന്നുണ്ട്, തർക്കസംഗ്രഹ സർവസ്വത്തിലാണെന്ന് തോന്നുന്നു, ഈ പൃഥിവിയെ നിത്യപൃഥിവിയെന്നും അനിത്യപൃഥിവിയെന്നും ആദ്യം തരംതിരിച്ചു. അതൊന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. ഇനി പൃഥിവിയെ തന്നെ മൂന്നായിട്ട് തരംതിരിക്കുകയാണ്, ഇന്ദ്രിയം, ശരീരം, വിഷയഃ എന്നുള്ളത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ്. അല്ലാതെ അനിത്യപൃഥിവിയെ അല്ല ശരീരം, ഇന്ദ്രിയം, വിഷയഃ എന്ന് പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്നത് എന്നൊരു പക്ഷമുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും അനിത്യപൃഥിവിയെ ശരീരം, ഇന്ദ്രിയം, വിഷയഃ എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നു എന്ന പക്ഷത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അനിത്യപൃഥിവി മൂന്ന് തരം: ശരീരം, ഇന്ദ്രിയം, വിഷയഃ. ശരീരം അസ്മദാദീനാം, നമ്മുടെ പോലുള്ള ആളുകളുടെയൊക്കെ ശരീരം, നമ്മളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ശരീരം എന്താണ്? അത് പാർത്ഥിവ ശരീരമാണ്, അത് പൃഥിവി തന്നെയാണ്. ഇന്ദ്രിയം ഗന്ധഗ്രാഹകം ഘ്രാണം, ഗന്ധത്തെ ഗ്രഹിക്കാൻ, ഗന്ധത്തെ മനസ്സിലാക്കാൻ, അറിയാൻ, ഗന്ധത്തെ അറിയാൻ സഹായിക്കുന്ന ഘ്രാണം, അത് എന്താണ്? അത് പൃഥിവി തന്നെയാണ്. അത് പാർത്ഥിവമായിട്ടുള്ള ഇന്ദ്രിയമാണ്. പൃഥിവി തന്നെയാണ് എന്ത്? ഗന്ധത്തെ ഗ്രഹിക്കാൻ സഹായിക്കുന്ന ഘ്രാണം, ഘ്രാണേന്ദ്രിയം എന്ന് പറയും. തച്ച നാസാഗ്രവർത്തി. അപ്പോൾ നമ്മൾ ഗന്ധത്തിനെ, അതായത് ഗന്ധം എന്ന് പറഞ്ഞാൽ നല്ല ഗന്ധാവാം, ചീത്ത ഗന്ധാവാം, ഇതിനെയൊക്കെ നമ്മൾ ഏത് ഇന്ദ്രിയം കൊണ്ടാണ് അറിയുന്നത്? ഘ്രാണേന്ദ്രിയം കൊണ്ടാണ് അറിയുന്നത്. ആ ഘ്രാണേന്ദ്രിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തച്ച നാസ അഗ്രവർത്തി. മൂക്കിനെയല്ല ഘ്രാണേന്ദ്രിയം എന്ന് പറയുന്നത്. മൂക്കെന്ന് പറയുന്നത് അതിൻ്റെ ഒരു പുറംചട്ടയാണ്. ആ മൂക്കിൻ്റെ അഗ്രവർത്തി, അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ദ്രിയമാണ് ഘ്രാണേന്ദ്രിയം. ആ ഘ്രാണേന്ദ്രിയം കൊണ്ടാണ് നമ്മൾ ഗന്ധത്തിനെ അറിയുന്നത്. അതെന്താണ്? പൃഥിവി തന്നെയാണ്, അനിത്യപൃഥിവിയാണ്. ഇനി വിഷയഃ. വിഷയോ മൃത്പാഷാണാദി. മൃത്ത് മണ്ണ്, പാഷാണം കല്ല്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പൃഥിവി തന്നെയാണ്. അതൊക്കെ വിഷയരൂപത്തിലുള്ള പൃഥിവിയാണ്, അനിത്യപൃഥിവിയാണ് എന്ന് പറയുന്നു. അപ്പോൾ
ഗന്ധഗ്രാഹകമായിട്ടുള്ള ഇന്ദ്രിയമാണ് ഘ്രാണേന്ദ്രിയം, അത് പൃഥിവിയാണെന്ന് പറഞ്ഞു. ഗന്ധഗ്രാഹകം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗന്ധവിഷയക ജ്ഞാനജനകം എന്ന് പറയും. ഗന്ധവിഷയക ജ്ഞാനജനകം, ഗന്ധം വിഷയമാണ്. ഗന്ധം ഏതൊരു ജ്ഞാനത്തിനാണോ വിഷയം, ആ ജ്ഞാനത്തിനെ ഉണ്ടാക്കുന്നത് എന്നാണ് ഗന്ധഗ്രാഹകം എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയും പൃഥ്വിയുടെ ലക്ഷണം പറഞ്ഞു, അതിനെ ഡിവൈഡ് ചെയ്തു, അതിനെ ഓരോന്നിനെ എടുത്തു പറഞ്ഞു അല്ലേ. തത്ര ഗന്ധവതി പൃഥിവി സാ ദ്വിവിധ നിത്യ അനിത്യാച്ച നിത്യ പരമാണുരൂപാः അനിത്യാः കാര്യരൂപാः പുനസ്ത്രിവിധാः ശരീരേന്ദ്രിയ വിഷയഭേദാത് ശരീരമസ്മദാദീനാം ഇന്ദ്രിയം ഗന്ധഗ്രാഹകം ഘ്രാണം തച്ച നാസാഗ്രവർത്തി വിഷയോ മൃത്പാഷാണാദി എന്നിങ്ങനെ പറഞ്ഞു. ഇനി അടുത്ത ദ്രവ്യം ഏതാണ്? പൃഥിവ്യപ്, അപ്പാണ്. അതായത് ആപഹ. ആപഹ എന്ന് പറഞ്ഞാൽ ജലം. ആ ദ്രവ്യത്തിനെ പറ്റി പറയാണ്. ശീതസ്പർശവത്യ ആപഹ താ ദ്വിവിധാഃ നിത്യാഃ അനിത്യാശ്ച നിത്യാഃ പരമാണുരൂപാः അനിത്യാഃ കാര്യരൂപാः പുനസ്ത്രിവിധാഃ ശരീരേന്ദ്രിയ വിഷയഭേദാത്. ശരീരം വരുണലോകേ ഇന്ദ്രിയം രസഗ്രാഹകം രസനം ജിഹ്വാഗ്രവർത്തി വിഷയഃ സരിത്സമുദ്രാദിഃ. ആപഹ എന്നുള്ള ജലം എന്നുള്ള ദ്രവ്യം, അതിൻ്റെ ലക്ഷണത്തെ നമുക്ക് കാണിച്ചു തരുന്ന വാക്യമാണ് ശീതസ്പർശവത്യഃ ആപഹ എന്നുള്ള വാക്യം. ശീതസ്പർശം, തണുപ്പ്, തണുത്ത സ്പർശത്തോടു കൂടിയ യാതൊരു ദ്രവ്യമുണ്ടോ അതാണ് ആപഹ, അതാണ് ജലം. അപ്പോൾ ജലത്തിൻ്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ശീതസ്പർശവത്വം ജലസ്യ ലക്ഷണം എന്ന് പറയണം. ശീതസ്പർശവത്വം ജലസ്യ ലക്ഷണം എന്ന് പറയണം. ഈ ആപഹ, ഈ ജലം രണ്ട് തരത്തിലുണ്ട്. നിത്യാഹ അനിത്യാശ്ച. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിത്യങ്ങളെന്നും അനിത്യങ്ങളെന്നും രണ്ട് തരത്തിലുണ്ട്. നിത്യജലം എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാണുരൂപാഹ, പരമാണുക്കൾ, ജലത്തിൻ്റെ പരമാണുക്കൾ നിത്യങ്ങളാണ്. അനിത്യാഹ കാര്യരൂപാഹ, കാര്യരൂപങ്ങളായിട്ടുള്ളവ എന്താണ്? അനിത്യങ്ങളാണ്. പുനസ്ത്രിവിധാഹ ശരീരേന്ദ്രിയ വിഷയഭേദാത്. ഈ അനിത്യമായിട്ടുള്ള ജലത്തിനെ മൂന്നായിട്ട് തിരിക്കുന്നു: ശരീരം, ഇന്ദ്രിയം, വിഷയം. ശരീരം വരുണലോകെ, വരുണലോകം എന്ന് പറഞ്ഞൊരു ലോകമുണ്ട്. അവിടെയുള്ള ശരീരങ്ങളൊക്കെ എന്താണ്? ജലമയമാണ്, ജലീയമാണ്, ജലമാണ്. പുനസ്ത്രിവിധ ഇന്ദ്രിയം രസഗ്രാഹകം രസനം ജിഹ്വ അഗ്രവർത്തി. രസഗ്രാഹകം രസനം, രസം എന്ന് പറയുന്ന ഗുണമുണ്ടല്ലോ, അതായത് ടേസ്റ്റ്. ടേസ്റ്റ് എന്ന് പറയുന്ന ടേസ്റ്റിനെ അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഇന്ദ്രിയമാണ് രസനം എന്ന് പറയുന്നത്. ഈ രസനേന്ദ്രിയം എവിടെയുള്ളതാണ് എന്ന് ചോദിച്ചാൽ ജിഹ്വ അഗ്രവർത്തി. ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവ്, നാവിൻ്റെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ദ്രിയമാണ് രസനേന്ദ്രിയം. അത് എന്താണ്? ജലീയമായിട്ടുള്ള ഇന്ദ്രിയമാണ്, അത് ജലമാണ്. ഇനി വിഷയം എന്താണ്? സരിത് സമുദ്രാദിഹി, നദി, സമുദ്രം, ഇതൊക്കെ ജലീയ വിഷയങ്ങളാണ്, ഇതൊക്കെ ജലമാണ്. ഇനി അടുത്ത ദ്രവ്യത്തിനെ പറയാണ്. ഇവിടെയും കൂടുതലൊന്നും പറയാനില്ല. അതായത് അതിൻ്റെ ഈ പൃഥിവിയുടെയും ജലത്തിൻ്റെയൊക്കെ പറഞ്ഞ ക്രമത്തിൽ തന്നെയാണ് പറയുന്നത്. ഉഷ്ണസ്പർശവത് തേജഃ തച്ചദ്വിധം നിത്യമനിത്യം ച നിത്യം പരമാണുരൂപം അനിത്യം കാര്യരൂപം പുനസ്ത്രിവിധം ശരീരേന്ദ്രിയ വിഷയഭേദാത് ശരീരമാദിത്യലോകേ പ്രസിദ്ധം ഇന്ദ്രിയം രൂപഗ്രാഹകം ചക്ഷു കൃഷ്ണതാരാഗ്രവർത്തി വിഷയശ്ചതുർവിധഃ. ഇവിടെ വിഷയത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഇത്തിരി കൂടുതലുണ്ട്. ഭൗമദിവ്യ ഔദര്യ ആകരജഭേദാത് ഭൗമം വന്യാധികം അബിന്ധനം ദിവ്യം വിദ്യുദാദി ഭുക്തസ്യ പരിണാമഹേതുരൗദര്യം ആകരജം സുവർണാദി. അതായത് തേജസ്സിൻ്റെ ലക്ഷണത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഉഷ്ണസ്പർശവത് തേജഃ.
ഉഷ്ണസ്പർശത്തോടു കൂടിയ യാതൊരു ദ്രവ്യമുണ്ടോ അതിനെയാണ് തേജസ് എന്ന് പറയുന്നത്. അപ്പോൾ തേജസ്സിൻ്റെ ലക്ഷണം എന്താണ്? ഉഷ്ണസ്പർശവത്വം തേജസഃ ലക്ഷണം. ഉഷ്ണസ്പർശവത്വം തേജസഃ ലക്ഷണം. തച്ചദ്വിധം നിത്യമനിത്യം ച. ഈ തേജസ് ഉണ്ടല്ലോ 2 തരത്തിലുണ്ട്, നിത്യമെന്നും അനിത്യമെന്നും. നിത്യം പരമാണുരൂപം. നിത്യ തേജസ് എന്താണ്? തേജസ്സിൻ്റെ പരമാണുക്കളാണ് നിത്യം. അനിത്യം കാര്യരൂപം. കാര്യരൂപത്തിലുള്ളതിനെയാണ് എന്താണ് അനിത്യ തേജസ് എന്ന് പറയുന്നത്. പുനസ്ത്രിവിധം ശരീരേന്ദ്രിയ വിഷയഭേദാത്. അനിത്യമായിട്ടുള്ള തേജസ്സിനെ വീണ്ടും തിരിക്കുന്നു. ശരീരം, ഇന്ദ്രിയം, വിഷയ. അപ്പോൾ ഈ തൈജസമായിട്ടുള്ള ശരീരം അതിനെപ്പറ്റി പറയുന്നു. ശരീരം ആദിത്യലോകേ പ്രസിദ്ധം. ആദിത്യലോകം എന്ന് പറയുന്നൊരു ലോകമുണ്ട്. അവിടെയുള്ള ശരീരം എന്താണ്? തേജസ്സാണ്, തൈജസമാണ്. ഇന്ദ്രിയം രൂപഗ്രാഹകം ചക്ഷു കൃഷ്ണതാരാഗ്രവർത്തി. തൈജസമായിട്ടുള്ള ഇന്ദ്രിയം ഏതാണ് എന്ന് ചോദിച്ചാൽ രൂപഗ്രാഹകം, രൂപവിഷയക ജ്ഞാനജനകം. രൂപവിഷയക ജ്ഞാനജനകം, അതായത് രൂപം എന്ന് പറഞ്ഞാൽ നിറം. നിറത്തെ അറിയാൻ നമ്മളെ സഹായിക്കുന്ന ഇന്ദ്രിയമാണ് ചക്ഷു, ചക്ഷുരിന്ദ്രിയം. ഈ ചക്ഷുരിന്ദ്രിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? കൃഷ്ണതാരാഗ്രവർത്തി, കൃഷ്ണമണിയുടെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഈ ഇന്ദ്രിയം എന്താണ്? തൈജസമാണ്. ഇനി വിഷയശ്ചതുർവിധ. വിഷയം 4 തരത്തിലുണ്ട്. ഭൗമ ദിവ്യ ഔദര്യ ആകരജ ഭേദാത്. ഭൗമം, ദിവ്യം, ഔദര്യം, ആകരജം എന്നിങ്ങനെ തൈജസ വിഷയങ്ങൾ 4 ഉണ്ട്. ഭൗമം വന്യാധികം. ഭൗമം തേജസ് എന്ന് പറഞ്ഞാൽ തീയ് തുടങ്ങിയവ, അടുക്കളയിലൊക്കെയുള്ള തീയ് തുടങ്ങിയവ. അബിന്ധനം ദിവ്യം വിദ്യുതാദി. ദിവ്യമായിട്ടുള്ള തേജസ് എന്ന് പറയുന്നത് അപ്പ് ഇന്ധനം. ജലം ഇന്ധനമായിട്ടുള്ള മിന്നൽ, ജലം ഇന്ധനമായിട്ടുള്ള മിന്നൽ തുടങ്ങിയവയെ ദിവ്യമായിട്ടുള്ള തേജസ് എന്ന് പറയുന്നു. ഭുക്തസ്യ പരിണാമഹേതുരൗദര്യം. ഭുക്തസ്യ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെ ആ ഭക്ഷണത്തിനെ പരിണാമം ചെയ്യാൻ കാരണമായിട്ടുള്ള, ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ കാരണമായിട്ടുള്ള ആ തേജസ്സിനെ ഔദര്യം എന്ന് പറയുന്നു. ആകരജം സുവർണാദി. ആകരജം ഖനിയിൽ നിന്നുണ്ടാകുന്ന സുവർണം, വെള്ളി തുടങ്ങിയവയൊക്കെ എന്താണ്? ആകരജമായിട്ടുള്ള തേജസ്സാണ്. എന്നിങ്ങനെ തൈജസ വിഷയങ്ങൾ 4 എണ്ണാണ് എന്ന് പറയുന്നു. അപ്പോൾ ഉഷ്ണസ്പർശവത് തേജഃ തച്ച ദ്വിവിധം നിത്യമനിത്യം ച. നിത്യം പരമാണുരൂപം, അനിത്യം കാര്യരൂപം. പുനസ്ത്രിവിധം ശരീരേന്ദ്രിയ വിഷയഭേദാത്. ശരീരമാദിത്യലോകേ പ്രസിദ്ധം. ഇന്ദ്രിയം രൂപഗ്രാഹകം ചക്ഷു കൃഷ്ണതാരാഗ്രവർത്തി. വിഷയശ്ചതുർവിധ ഭൗമദിവ്യ ഔദര്യാകരജഭേദാത്. ഭൗമം വന്യാധികം, അബിന്ധനം ദിവ്യം വിദ്യുതാദി. ഭുക്തസ്യ പരിണാമഹേതുരൗദര്യം ആകരജം സുവർണാദി എന്നിങ്ങനെ പറഞ്ഞു. ഇനി അടുത്തത് പൃഥിവ്യപ്തേജോ വായു. വായുവിൻ്റെ ലക്ഷണമാണ് പറയാൻ പോകുന്നത്. രൂപരഹിത സ്പർശവാൻ വായു സദ്വിധ നിത്യോ നിത്യശ്ച. നിത്യഃ പരമാണുരൂപഃ, അനിത്യഃ കാര്യരൂപഃ. പുനസ്ത്രിവിധ ശരീരേന്ദ്രിയ വിഷയഭേദാത്. ശരീരം വായുലോകേ, ഇന്ദ്രിയം സ്പർശഗ്രാഹകം ത്വക് സർവശരീരവർത്തി. വിഷയോ വൃക്ഷാദികമ്പനഹേതുഃ. ശരീരാന്തഃസഞ്ചാരി വായുഃ പ്രാണഃ. സ ച ഏകോപ്യുപാധിഭേദാത് പ്രാണാപാനാദിസംജ്ഞാം ലഭത്തെ എന്നിങ്ങനെ പറയുന്നു. രൂപരഹിത സ്പർശവാൻ വായു എന്ന വാക്യമാണ് ലക്ഷണത്തെ സൂചിപ്പിക്കുന്ന വാക്യം. രൂപരഹിത സ്പർശവാൻ വായു, അതായത് വായുവിൻ്റെ ലക്ഷണം പറയുന്നത് രൂപരഹിതത്വേ സതി സ്പർശവത്വം വായോർ ലക്ഷണം. രൂപമില്ലാത്തതും സ്പർശമുള്ളതും ഏതാണ്? അങ്ങനെയുള്ള ദ്രവ്യത്തിനെയാണ് വായു എന്ന് പറയുന്നത്. രൂപരഹിതത്വേ, വായുവിന് രൂപമുണ്ടോ? അതായത് രൂപം എന്ന് പറഞ്ഞാൽ നിറമുണ്ടോ? ഇല്ല.
അപ്പോൾ രൂപരഹിതത്വം എന്നുള്ള ധർമ്മം വായുവിലുണ്ട്. എന്താണ്, സ്പർശമുണ്ടോ വായുവിൽ? വായുവിൽ സ്പർശം എന്നുള്ള ഗുണമുണ്ട്. അപ്പോൾ സ്പർശവത്വം വായുവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് വായുവിൻ്റെ ലക്ഷണം പറയാണ് രൂപരഹിതത്വേ സതി സ്പർശവത്വം. അപ്പോൾ ഈ ലക്ഷണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത്രയും നേരം നമ്മൾ ദ്രവ്യങ്ങളുടെ ലക്ഷണം പറഞ്ഞപ്പോൾ എല്ലാത്തിനും ഒരു ദളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പൃഥ്വിയുടെ ലക്ഷണം പറഞ്ഞു ഗന്ധവത്വം പൃഥിവ്യാഹ ലക്ഷണം. അപ്പോൾ ഗന്ധവത്വം എന്നുള്ള ഒരു ദളം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ജലത്തിൻ്റെ ലക്ഷണം പറഞ്ഞപ്പോൾ ശീതസ്പർശവത്വം ജലസ്യ ലക്ഷണം. അവിടെയും ശീതസ്പർശവത്വം എന്നുള്ള ഒരൊറ്റ ദളമേ ഉണ്ടായിരുന്നുള്ളൂ. തേജസ്സിൻ്റെ ലക്ഷണം പറഞ്ഞപ്പോൾ ഉഷ്ണസ്പർശവത്വം എന്നുള്ള ഒറ്റ ദളം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വായുവിൻ്റെ ലക്ഷണം പറഞ്ഞപ്പോൾ രൂപരഹിതത്വേ സതി സ്പർശവത്വം, രൂപരഹിതത്വം എന്നുള്ള ദളം വന്നു, സ്പർശവത്വം എന്നുള്ള ദളവും വന്നു. അപ്പോൾ എന്തിനങ്ങനെ രണ്ട് ദളം കൊടുക്കണത്? ഇത്രയും നേരം ഒരു ദളല്ലേ കൊടുത്തുള്ളൂ എന്ന് ചോദിച്ചാൽ അവിടെ പറയാണ് ലക്ഷണഘടകദളാനാം അതിവ്യാപ്ത്യാദിവാരകതയാ സാർത്ഥക്യം. ലക്ഷണഘടകദളാനാം അതിവ്യാപ്ത്യാദിവാരകതയാ സാർത്ഥക്യം. ലക്ഷണഘടകമായിട്ടുള്ള ദളങ്ങളുടെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ അതിവ്യാപ്തി തുടങ്ങിയിട്ടുള്ള ദോഷങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ലക്ഷണത്തിൽ ഒന്നിൽ കൂടുതൽ ദളങ്ങൾ കാണുകയാണെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? അതിവ്യാപ്തി തുടങ്ങിയിട്ടുള്ള ദോഷങ്ങളെ വാരണം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കണമെങ്കിൽ, ഇപ്പോൾ ഇവിടെ വായുവിൻ്റെ ലക്ഷണം പറഞ്ഞു രൂപരഹിതത്വേ സതി സ്പർശവത്വം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് രൂപരഹിതത്വം എന്നുള്ള ആദ്യത്തെ ദളം വേണ്ട, ലക്ഷണത്തിൽ സ്പർശവത്വം മാത്രം മതി എന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സ്പർശവത്വം വായുവിലുണ്ട്, ശരിയാണ്, ലക്ഷണം സമന്വയിച്ചു. പക്ഷെ വേറെ എവിടെയെങ്കിലും സ്പർശവത്വം ഉണ്ടോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ പൃഥ്വിയിൽ സ്പർശവത്വമില്ലേ? സ്പർശമുണ്ട്. ജലത്തിൽ സ്പർശമുണ്ട്. തേജസ്സിൽ സ്പർശമുണ്ട്. അപ്പോൾ ലക്ഷ്യമായിട്ടുള്ള വായുവിൽ സ്പർശമുണ്ടെങ്കിൽ പോലും അലക്ഷ്യമായിട്ടുള്ള പൃഥിവി, അപ്പ്, തേജസ് തുടങ്ങിയവയിലും കൂടി സ്പർശമുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ ധർമ്മം അതിവ്യാപ്തി എന്ന ദോഷത്തോടു കൂടിയ ധർമ്മമാണ് സ്പർശവത്വം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ അതിവ്യാപ്തിയെ വാരണം ചെയ്യാൻ വേണ്ടിയിട്ട് രൂപരഹിതത്വം എന്നുള്ള ദളം കൂടി ലക്ഷണത്തിൽ ചേർക്കണം. അപ്പോൾ എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചാൽ, പൃഥിവ്യപ്തേജസ്സുകളിൽ സ്പർശവത്വമുണ്ടെങ്കിൽ പോലും രൂപരഹിതത്വമില്ല. പൃഥ്വിയിൽ രൂപമുണ്ട്, ജലത്തിൽ രൂപമുണ്ട്, തേജസ്സിൽ രൂപമുണ്ട്. അപ്പോൾ രൂപരഹിതത്വം ഇല്ല. അപ്പോൾ അതുകൊണ്ട് പൃഥിവ്യപ്തേജസ്സുകളിലൊന്നും അതിവ്യാപ്തി വരില്ല. രൂപരഹിതത്വം എന്നുള്ള ദളം കൂടി ചേർത്ത് രൂപരഹിതത്വേ സതി സ്പർശവത്വം എന്ന് വായുവിൻ്റെ ലക്ഷണം പറഞ്ഞാൽ, അപ്പോൾ പൃഥിവ്യപ്തേജസ്സുകളിൽ അതിവ്യാപ്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രൂപരഹിതത്വം എന്നുള്ള ദളം കൂടി വായുവിൻ്റെ ലക്ഷണത്തിൽ ചേർത്തിരിക്കുന്നത്. അതാണ് പറഞ്ഞത് ലക്ഷണഘടകദളാനാം അതിവ്യാപ്ത്യാദിവാരകതയാ സാർത്ഥക്യം. അതിവ്യാപ്തി തുടങ്ങിയ ദോഷങ്ങളെ വാരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലക്ഷണത്തിൽ ലക്ഷണഘടകമായിട്ട് ഒന്നിലധികം ദളങ്ങൾ ചേർക്കുന്നത്. ഇനി നമുക്ക് സ്പർശവത്വം എന്ന രണ്ടാമത്തെ ദളം വേണ്ട, രൂപരഹിതത്വം എന്നുള്ള ദളം മാത്രം മതി എന്ന് പറഞ്ഞാൽ എന്താണ് ദോഷം? രൂപരഹിതത്വം വായോർ ലക്ഷണം എന്ന് പറയുകയാണെങ്കിൽ വായുവിൽ നിറം, രൂപമില്ല. അപ്പോൾ രൂപരഹിതത്വമുണ്ട്, ലക്ഷണം സമന്വയിക്കുന്നുണ്ട്. പക്ഷേ ഈ രൂപരഹിതത്വം വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ആകാശം, കാലം, ദിക്ക്, ആത്മാവ്, മനസ്സ് ഇവയിലൊന്നും രൂപമില്ല. അപ്പോൾ അതുകൊണ്ട് രൂപരഹിതത്വം അവയിലുണ്ട്. അപ്പോൾ ആകാശാദിഷു രൂപരഹിതത്വം വർത്തത്തെ. അതഃ രൂപരഹിതത്വമിതി ലക്ഷണം അതിവ്യാപ്തിദോഷദൂഷിത ഇതി ധർമ്മഃ അതിവ്യാപ്തിദോഷദൂഷിതം ഭവതി.
അതുകൊണ്ട് രൂപരഹിതത്വം എന്ന് മാത്രം ലക്ഷണം പറയാൻ പറ്റില്ല. അതിവ്യാപ്തിയെ വാരണം ചെയ്യാൻ വേണ്ടിയിട്ട് സ്പർശവത്വം എന്നും കൂടി കൊടുക്കണം. സ്പർശവത്വം കൊടുക്കുമ്പോൾ ആകാശത്തിലോ കാലത്തിലോ ആകാശകാല ദിക്കിലോ ആത്മാവിലോ മനസ്സിലോ ഒക്കെ രൂപരഹിതത്വമുണ്ടെങ്കിൽ പോലും അവയിൽ സ്പർശമില്ലാത്തത് കൊണ്ട് സ്പർശവത്വമില്ല. അപ്പോൾ സ്പർശവത്വം എന്ന ദളം കൂടിയും കൊടുക്കുമ്പോൾ ആകാശാദികളിൽ അതിവ്യാപ്തി വരില്ല. അതുകൊണ്ട് രൂപരഹിതത്വേ സതി സ്പർശവത്വം വായോർ ലക്ഷണമെന്ന് 2 ദളത്തോടു കൂടി തന്നെ വായുവിൻ്റെ ലക്ഷണം പറയണം എന്ന് കിട്ടി. സദ്വിധ നിത്യോ നിത്യശ്ച. അപ്പോൾ ഈ വായു 2 തരത്തിലാണ്. നിത്യമായിട്ടുള്ള വായു, അനിത്യമായിട്ടുള്ള വായു. നിത്യ പരമാണുരൂപ. വായു പരമാണുക്കളെയാണ് നിത്യവായു, നിത്യമെന്ന് പറയുന്നത്. അനിത്യ കാര്യരൂപ, ഉണ്ടാകുന്ന വായു, അതാണ് അനിത്യവായു. പുനസ്ത്രിവിധ ശരീരേന്ദ്രിയ വിഷയഭേദാത്. ഈ അനിത്യവായു ശരീരം, ഇന്ദ്രിയം, വിഷയം എന്നിങ്ങനെ 3 തരത്തിൽ വിഭജിക്കുന്നു. ശരീരം വായുലോകെ, വായുലോകം എന്നൊരു ലോകമുണ്ട്. അവിടെയുള്ള ശരീരങ്ങളൊക്കെ എന്താണ്? വായവീയമാണ്, വായുവാണ്. ഇന്ദ്രിയം സ്പർശഗ്രാഹകം ത്വക് സർവ ശരീരവർത്തി. വായവീയമായിട്ടുള്ള ഇന്ദ്രിയം ഏതാണ്? ത്വക്കാണ്. ത്വക്ക് എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്? സ്പർശഗ്രാഹകമാണ്, സ്പർശവിഷയ ജ്ഞാനജനകം. സ്പർശത്തിനെ അറിയാൻ സഹായിക്കുന്ന ഇന്ദ്രിയമാണ് ത്വഗിന്ദ്രിയം. ഈ ത്വഗിന്ദ്രിയം എവിടെ ഇരിക്കുന്നു ശരീരത്തിൽ എന്ന് ചോദിച്ചാൽ സർവ്വശരീരവർത്തി, ശരീരത്തിൻ്റെ എല്ലായിടത്തും ഉണ്ട് ഈ ത്വക്ക് എന്ന് പറയുന്നത് ത്വഗിന്ദ്രിയം. അപ്പോൾ അത് വായവീയമാണ്, ത്വഗിന്ദ്രിയം വായവീയമാണ്. വിഷയോ വൃക്ഷാദി കമ്പനഹേതു. വായവീയ വിഷയം എന്ന് പറഞ്ഞാൽ വൃക്ഷം തുടങ്ങിയവയെ കമ്പനം, ഇളക്കാൻ കാരണമായിട്ട് എന്തുണ്ടോ അതാണ് വായു, വായുവിൻ്റെ വിഷയം എന്ന് പറയുന്നത്. ശരീരാന്തഃസഞ്ചാരി വായു പ്രാണഃ. ശരീരത്തിൻ്റെ ഉള്ളിൽ സഞ്ചരിക്കുന്ന വായുവിനെ എന്ത് വിളിക്കും? പ്രാണൻ എന്ന് വിളിക്കും. സചൈകോപി ഉപാധിഭേദാത് പ്രാണാപാനാദി സംജ്ഞാം ലഭത്തെ. ഈ ശരീരത്തിനുള്ളിലുള്ള വായു ഒന്ന് തന്നെയാണ്, പക്ഷെ അത് ഇരിക്കുന്ന സ്ഥാനങ്ങളുടെ, അതായത് ഓരോ ദിക്കുകളെ, ഇപ്പോൾ ഊർധ്വ ഗമനവാൻ വായു എന്നൊക്കെ പറയുമല്ലോ, ശരീരത്തിൻ്റെ ഓരോരോ സ്ഥലങ്ങളിലുള്ള വായു എന്നുള്ള രീതിയിൽ ഉപാധിഭേദാത് ഇതിനെ പ്രാണൻ എന്ന് വിളിക്കുന്നു, അപാനൻ എന്ന് വിളിക്കുന്നു, വ്യാനൻ എന്ന് വിളിക്കുന്നു, ഉദാനൻ എന്ന് വിളിക്കുന്നു, സമാനൻ എന്ന് വിളിക്കുന്നു. അതാണ് ഏകോപി ഉപാധിഭേദാത് പ്രാണാപാനാദി സംജ്ഞാം ലഭത്തെ എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ പൃഥിവി, അപ്പ്, തേജസ്, വായു ഇവകളെ പറ്റി പറഞ്ഞു. അങ്ങനെ 4 ദ്രവ്യങ്ങളെ പറ്റിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. രൂപരഹിത സ്പർശവാൻ വായു സദ്വിധ നിത്യോ നിത്യശ്ച. നിത്യ പരമാണുരൂപ, അനിത്യ കാര്യരൂപ. പുനസ്ത്രിവിധ ശരീരേന്ദ്രിയ വിഷയഭേദാത്. ശരീരം വായുലോകെ, ഇന്ദ്രിയം സ്പർശഗ്രാഹകം ത്വക് സർവശരീരവർത്തി. വിഷയോ വൃക്ഷാദികമ്പനഹേതു. ശരീരാന്തഃസഞ്ചാരി വായു പ്രാണഃ. സചൈകോപി ഉപാധിഭേദാത് പ്രാണാപാനാദി സംജ്ഞാം ലഭത്തെ. ഇത്രയും പറയാം. ഇനി പിന്നെ നോക്കാം. നിധായ ഹൃദി വിശ്വേശം വിധായ ഗുരുവന്ദനം ബാലാനാം സുഖബോധായ ക്രിയതേ തർക്കസംഗ്രഹ.